തുടരെ സംഭവങ്ങൾ, നിരവധി കലാപങ്ങൾ. ഇപ്പോ എന്താണ് സംഭവിക്കുന്നത്? ഇത്തരം വേട്ടകൾ നടത്തുന്നവർ സംരക്ഷിക്കപ്പെടുന്നു. അവർക്കെല്ലാം ഒത്താശയും ചെയ്തു കൊടുക്കുന്നു. കാരണം സംഘപരിവാറിന് അത് വേണം, അത് തുടരണം. അതിനാവശ്യമായ പിന്തുണ ഇവർ നൽകുകയാണ്. എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത്, അനേകം കൊലപാതകങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നു. എവിടം വരെ എത്തുന്നു? അത് പാവപ്പെട്ടവരുടെ വീടുകള് ബുൾഡോസർ ഉപയോഗിച്ച് നടക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. സുപ്രീം കോടതിക്ക് പോലും ഇടപെടേണ്ടി വരുന്നു. സുപ്രീം കോടതി ഇടപെട്ടിട്ടും അത് ആവർത്തിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങൾ സംഘപരിവാർ അഴിഞ്ഞാടുന്നു. നിയന്ത്രിക്കേണ്ട ഗവൺമെന്റ് പൂർണ്ണമായും നിസ്സഹകരണത്തിൽ ഈ കലാപങ്ങൾ നടത്തുന്നവരുടെ സംരക്ഷകരായി മാറുന്നു. ഇതല്ലേ രാജ്യത്താകെ കാണുന്നത്? എല്ലാ വിഭാഗ ന്യൂനപക്ഷങ്ങളും വേട്ടയാടപ്പെടുകയാണ്. മണിപ്പൂർ ഇപ്പോഴും കത്തുക. നമ്മുടെ രാജ്യത്തിലെ പ്രബലമായ രണ്ട് ന്യൂനപക്ഷമാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും. ഈ രണ്ട് വിഭാഗത്തിന് നേരെയും ആക്രമണങ്ങൾ നടക്കുകയാണ്. ഇപ്പോ സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം ലോകമാകെ പടർത്തിക്കൊണ്ട് ക്രിസ്മസ് ആചരണം നടന്നല്ലോ. നമ്മുടെ രാജ്യത്തിലെ ചിലയിടങ്ങളിലെ ക്രിസ്ത്യാനികൾക്ക് അനുഭവിക്കേണ്ടി വന്നത് വലിയ ദുരനുഭവമാണ്. ഒരു കൂട്ടരെ മരത്തിൽ പിടിച്ചു കെട്ടി തല്ലിയ വാർത്ത വന്നിട്ടുണ്ട്. സംഘപരിവാറുകാർ നമ്മുടെ തൊട്ടുകിടക്കുന്ന കർണാടകയിൽ വിവിധ ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായ ആക്രമണങ്ങൾ എല്ലാ ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടുന്ന അവസ്ഥയാണ്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? അവരത് മറച്ചുവെക്കുന്നില്ല. വിവിധ തരത്തിലുള്ള സംഘർഷത്തിന്റെ വഴി തേടി പോവുകയാണ്. ഇപ്പോൾ രാജ്യത്ത് ഒട്ടേറെ ആരാധനാലയങ്ങളുണ്ട്. എല്ലാ വിഭാഗങ്ങളും സാധാരണഗതിയിൽ ആരാധിക്കുന്നവരാണ്. അവരവരുടേതായ വഴി. മഹാഭൂരിഭാഗം പേരും നമ്മുടെ രാജ്യത്തെ വിശ്വാസികളാണ്. അവരുടേതായ ആരാധനാ രീതികളുണ്ട്. സംഘപരിവാറിന് മറ്റ് മതങ്ങളോടും മതസ്ഥരോടും വല്ലാത്തൊരു അസഹിഷ്ണുത വളർന്നു വരുന്നു. അത് വിരോധത്തിലേക്ക് നയിക്കുന്നു. അന്യമത വിരോധത്തിലേക്ക് നയിക്കുന്നു. ഇപ്പോ ആരാധനാലയങ്ങളെ
പല രീതിയിൽ കൈവശപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടക്കുന്നു. വലിയ സംഘർഷത്തിന് വഴിവെക്കുന്ന രീതിയിൽ. നേരത്തെ ബാബറി മസ്ജിദിന്റെ പ്രശ്നം ഉണ്ടായതാണ്. ഇപ്പോ കാശിയും മധുരയും മറ്റു സ്ഥലങ്ങളുമെല്ലാം ആ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഉയർന്നു. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ തന്നെ അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തുന്നു. ഇത്തരത്തിലുള്ള കലാപം സൃഷ്ടിക്കുന്നതിനാവശ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. നമ്മുടെ രാജ്യത്ത് 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ എന്തായിരുന്നു ആരാധനാലയങ്ങളുടെ സ്ഥിതി? അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. ആ മാറ്റത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ വന്നാൽ അത് ഇടപെടാൻ പാടില്ല എന്ന നിയമം അംഗീകരിച്ച രാജ്യമാണിത്. സുപ്രീം കോടതി അടക്കം വ്യക്തമാക്കിയതുമാണത്. പക്ഷേ കലാപം വേണ്ടവർ, സംഘർഷം വേണ്ടവർ ആ കലാപവും സംഘർഷവും ഉണ്ടാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണിത്? അതാണ് നാം ചോദിക്കേണ്ടത്. എന്തിനാണ് വർഗീയ സംഘർഷം? എന്തിനാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ തമ്മിൽ കടുത്ത വിരോധവും ശത്രുതയും കലാപവും ലഹളയും അതിന്റെ ഭാഗമായുള്ള മറ്റു കാര്യങ്ങളും ഉണ്ടാകണമെന്ന് ഇക്കൂട്ടർ ആഗ്രഹിക്കുന്നത്? ഈ രാജ്യത്തിന്റെ അവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണനില നോക്കിയാൽ ഇന്ത്യയിലെ ജനങ്ങൾ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ്. രാജ്യത്തിന്റെ അവസ്ഥ ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് കണക്കുകൾ പറയും. നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം എത്ര? ശരാശരി ആളോഹരി വരുമാനം എത്ര? കേട്ടാൽ വലിയ തെറ്റില്ല നമുക്ക് തോന്നുന്നു. ഒരു കാര്യം ചെയ്താൽ മതി. ഈ പറയുന്ന വരുമാനത്തിൽ രാജ്യത്തിലെ അതിസമ്പന്നരായവരുണ്ട്. വളരെ വലിയ കൂട്ടമല്ല അവര്. വലിയ കൂട്ടമെന്ന് വെച്ചാൽ വലിയ നമ്പറല്ല, വലിയ ശതമാനമല്ല. ആ ചുരുങ്ങിയ ശതമാനം, 5% വെക്കുക, ആ 5% ഒഴിവാക്കുക. ഒഴിവാക്കി കണക്ക് വെച്ചാലോ അപ്പൊ കാണാം ലോകത്തെ ഏറ്റവും പരമദരിദ്രമായ രാഷ്ട്രത്തിന്റെയും പുറകിലാണ് നമ്മുടെ രാജ്യത്തിന്റെ നില എന്ന്. അതാണ് യഥാർത്ഥ സ്ഥിതി. പല കണക്കുകൾ ഇവിടെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോ ദാരിദ്ര്യം ലോകത്തെ രാജ്യങ്ങളെ ആകെ ഒരു പട്ടികയാക്കിയിട്ടുണ്ട്. ആ പട്ടികയിൽ ഇന്ത്യ എത്രാമത്തെ സ്ഥാനത്ത്? 105-ാം സ്ഥാനത്ത്. 105 കഴിഞ്ഞാൽ പിന്നെ അധികം രാഷ്ട്രങ്ങളില്ല കേട്ടോ. നമ്മുടെ തൊട്ട് കിടക്കുന്ന രാഷ്ട്രങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ആ ഒരു രാഷ്ട്രവും നമ്മുടെ പുറകിലില്ല. നമ്മുടെ എത്രയോ മേലെ അവരെല്ലാം കിടക്കുന്നു. ഇതാണ് അവസ്ഥ. ഇതാണ് രാജ്യത്തിന്റെ അവസ്ഥ. അനേക കോടികൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തവർ, ജീവിക്കാൻ വഴിയില്ലാത്തവർ. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ നില. തൊഴിലോ ഉള്ള തൊഴിലും നിഷേധിക്കുകയാണ്.
ഇവിടെ തൊഴിൽ നിഷേധം കേന്ദ്ര ഗവൺമെന്റ് മുഖമുദ്രയാക്കി മാറ്റിയിരിക്കുന്നു. അതിന്റെ ഭാഗമായി സാധാരണഗതിയിൽ തൊഴിൽ കൊടുക്കേണ്ട സ്ഥാപനങ്ങളുണ്ട്, വലിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, റെയിൽവേയെ പോലുള്ളത്. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം വലിയ തോതിലാണ് തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. ആളെ നിയമിക്കുന്നില്ല. നിയമിക്കാൻ തയ്യാറായാൽ 10 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കിട്ടും. പക്ഷെ തയ്യാറില്ല. തൊഴിലാളികൾ നേടിയെടുത്തിയ അവകാശങ്ങളുണ്ട്. ആരും ദയാവായ്പോടെ അനുവദിച്ചു കൊടുത്തതല്ല. തൊഴിലാളികൾ നിലവിലുണ്ടായിരുന്ന അതിക്രൂരമായ തൊഴിൽ വ്യവസ്ഥക്കെതിരെ പ്രക്ഷോഭവും സമരവും നടത്തി ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങളിലൂടെ നേടിയെടുത്തിയ അവകാശം. ആ അവകാശങ്ങളാണ് ഓരോന്നോരോന്നായി ഇപ്പോ ഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കുവേണ്ടി? കോർപ്പറേറ്റുകൾക്ക് വേണ്ടി. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണം ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമല്ല. പാവപ്പെട്ടവരെ കാണുന്നില്ല. ഇതിന്റെ ഫലമായി പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു. സമ്പന്നർ അതിസമ്പന്നരായി മാറുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ നില. ഇത്തരമൊരു ഭരണത്തിനാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്നത്. ഇതെന്തുകൊണ്ട്? അതും നാം പരിശോധിക്കണം. ഇത് വരുന്നത് നയത്തിന്റെ ഭാഗമായിട്ടാണ്. കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന നവ ഉദാരവൽക്കരണ നയമുണ്ട്. ആ നവ ഉദാരവൽക്കരണ നയം നമ്മുടെ രാജ്യത്തെ ഈ നിലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ നവ ഉദാരവൽക്കരണ നയം ആദ്യം തുടങ്ങിയത് BJP ആണെന്ന് പറയാൻ പറ്റില്ല. ആരാ തുടങ്ങിയത്? അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്ത് നവ ഉദാരവൽക്കരണം നടപ്പാക്കിയത്. ആ കോൺഗ്രസ് അനുഭവത്തിലൂടെ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? കാരണം നവ ഉദാരവൽക്കരണം ജനദ്രോഹപരമാണെന്ന് പൊതുവെ കണ്ടിരിക്കുന്നു. പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു. സമ്പന്നരെ അതിസമ്പന്നരാക്കുന്നു. ഞങ്ങൾ തുടങ്ങിയ നയം രക്ഷകായിപ്പോയി എന്നേതെങ്കിലും ഘട്ടത്തിൽ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ഘട്ടത്തിലും ആ നയത്തെ അംഗീകരിച്ച് ന്യായീകരിച്ച് നിൽക്കുകയാണ് കോൺഗ്രസ്. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് BJPക്കും നേരത്തെ രാജ്യം ഭരിച്ച കോൺഗ്രസിനും ഒരേ നയമാണ്. ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലുള്ള സാമ്പത്തിക നയം ഒരേ നയമാണ്. ഒരു വ്യത്യാസവും അവർ തമ്മിലില്ല. ഇവിടെ BJP വർഗീയതയാണല്ലോ, അല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ തിരിച്ചുവിടാൻ ഉപയോഗിക്കുന്നത്. കാരണം ആളുകൾക്ക് അവരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവസരം കിട്ടുന്നത് എപ്പോഴും വർഗീയ സംഘർഷത്തിലായിരിക്കണം. അതിൻ്റെതായ ചിന്തയിലായിരിക്കണം. ഇതാണ്
സംഘപരിവാർ ആഗ്രഹിക്കുന്നത്, BJP ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ്? വർഗീയതയുള്ള സമീപനം എന്താണ്? RSSഉം സംഘപരിവാറും ഉയർത്തുന്ന വർഗീയ നിലപാടുകളെ എങ്ങനെയാണ് എതിരേണ്ടത്? വർഗീയതയെ അതിശക്തമായി എതിർത്തുകൊണ്ടായിരിക്കണം. ഈ രാജ്യത്തിന്റെ ഇതേവരെ അനുഭവപ്പെടുത്തു നോക്കി ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഏതെങ്കിലും ഘട്ടത്തിൽ ഉറച്ച നിലപാട് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വർഗീയതയുമായി സമരസപ്പെടൽ, വർഗീയതയുടെ ഭാഗമായി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ള നിലപാടുകൾ, വർഗീയതയുടെ ആടയാഭരണങ്ങൾ എടുത്ത് സ്വയം അണിയൽ, ഇതെല്ലാം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാവുകയല്ലേ? അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇപ്പോ BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ നോക്കൂ. നമ്മുടെ രാജ്യം കോൺഗ്രസ് ആണല്ലോ രാജ്യത്താകെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി നിന്നിരുന്നത്. കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ സംസ്ഥാനങ്ങൾ എങ്ങനെയാണ് BJPയുടെ ശക്തി കേന്ദ്രങ്ങളായി മാറിയത്? വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാട് കോൺഗ്രസ് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. കോൺഗ്രസിന്റെ ഒരു പറ്റം ആളുകൾ, നേതൃനിര, AICC നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷന്മാർ, ചില സംസ്ഥാന മുഖ്യമന്ത്രിമാർ, നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചിരുന്നവർ, മന്ത്രിസ്ഥാനം വഹിച്ചവര്, സംസ്ഥാന കോൺഗ്രസിന്റെ പ്രധാനികൾ, അങ്ങനെ ഒരു വലിയ നിര ഇപ്പൊ കോൺഗ്രസിനോടൊപ്പമില്ല. എവിടെയവര്? BJPയിൽ. BJPക്ക് നേതൃത്വം കൊടുക്കുന്നു. ഇതല്ലേ യാഥാർത്ഥ്യം? അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റമുണ്ടോ? ഇപ്പോഴും വർഗീയതയെ വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നുണ്ടോ? ഇതാണ് രാജ്യത്തിന്റെ നിർഭാഗ്യകരമായ അവസ്ഥ. വർഗീയതയോട് സ്വീകരിക്കേണ്ട സമീപനം CPIM-ഉം ഇടതുപക്ഷവും, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്നു, വിട്ടുവീഴ്ചയില്ലാതെ എതിർക്കുന്നു. ഒരു തരത്തിലുള്ള സമരസപ്പെടലുമില്ല. 4 വോട്ടിന് വേണ്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാൻ CPIM-ഉം ഇടതുപക്ഷവും തയ്യാറല്ല. ആ നിലപാട് കോൺഗ്രസും സ്വീകരിക്കാൻ കഴിയോ? അവിടെയാണ് വ്യത്യാസം. ഇവിടെ വർഗീയതയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആപത്ത് വിതച്ചത് ഭൂരിപക്ഷ വർഗീയതയാണ്. സംഘപരിവാർ നടത്തിയ ആക്രമണങ്ങളാണ്. അതിന്റെ ഭാഗമായി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പല വിധത്തിലുള്ള ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. സ്വത്തുവകകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വിവരണാതീതമായ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അതിനെതിരെയെല്ലാം രോഷമുണ്ടാകും. എങ്ങനെയാണ് ആ വർഗീയതയെ നമ്മൾ എതിരിടുക? ആ വർഗീയതയെ മതനിരപേക്ഷത കൊണ്ട് മാത്രമേ എതിരിടാൻ പറ്റൂ. വർഗീയതയ്ക്ക് മറുപടി വർഗീയതയല്ല. വർഗീയതയെ
വർഗീയത കൊണ്ട് നേരിടാനാവില്ല. നിർഭാഗ്യവശാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ചിലയിടത്ത് ചില തെറ്റായ പ്രവണതകൾ, ചിലതിന്റെ ഭാഗമായി ന്യൂനപക്ഷ വർഗീയത അതിന്റെ ഭാഗമായി മാറും. സ്വയം സംഘടിച്ച് ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയത ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾക്കും തിരിച്ചു കാര്യങ്ങൾ ചെയ്തുകൂടെ എന്ന് ചിന്തിക്കുന്നൊരു വിഭാഗം. അത് ആത്മഹത്യാപരമായ നീക്കമാണ്. കാരണം ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാൻ പറ്റില്ല. ഇരുട്ടിനെ ഇരുട്ടുകൊണ്ട് നേരിടാൻ പോയാൽ കൂരിരുട്ടാഫലം. ഇരുട്ടിന് വെളിച്ചം മാത്രമേ വരുന്നുള്ളൂ. വർഗീയതയല്ല മറുപടി. വർഗീയതയ്ക്ക് മതനിരപേക്ഷതയാണ് മറുപടി. നമ്മുടെ രാജ്യത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ പലവിധ ആക്രമണങ്ങൾ ഉണ്ടായി എന്നത് ശരിയാണ്. പക്ഷെ അതിനെ നേരിടേണ്ടത് ജനാധിപത്യ മതനിരപേക്ഷ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ടാവണം. അങ്ങനെ മാത്രമേ വർഗീയതയെ നേരിടാനാവൂ. അതാണ് ഇടതുപക്ഷവും മതനിരപേക്ഷ ചിന്താഗതിക്കാരും നമ്മുടെ രാജ്യത്ത് ഫലപ്രദമായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇന്ത്യ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോകുമ്പോൾ ഒരു ബദൽ നയം നടപ്പാക്കാനാണ് നമ്മുടെ കേരളത്തിൽ നാം ശ്രമിക്കുന്നത്. നാം കാണേണ്ടത് ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനം മാത്രമാണ്, കേരളം മാത്രമാണ് ഒരു ഇടതുപക്ഷ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലുള്ളത്. ഇവിടെ ഈ പറഞ്ഞ നവ ഉദാരവൽക്കരണ നയമല്ല നടപ്പാക്കുന്നത്. നവ ഉദാരവൽക്കരണ നയം നടപ്പാക്കിയ കാലമുണ്ടായിരുന്നു. അതും നമ്മൾ ഓർത്തു പോകുന്നത് നല്ലതാണ്. വലിയ കാലപ്പാടത്തായിട്ടില്ല. 8.5 വർഷം മുൻപ് 2011 മുതൽ 2016 വരെയുള്ള 5 വർഷക്കാലം ഇവിടെ UDF ഗവൺമെന്റ് ഭരിക്കുന്നു. ആ UDF ഗവൺമെന്റിന്റെ കാലം 2 കേന്ദ്ര ഗവൺമെന്റുകളുണ്ടായി. കേന്ദ്രത്തിൽ 2 തരത്തിലുള്ള. ആദ്യത്തേത് ഇപ്പൊ അന്തരിച്ചുപോയ മൻമോഹൻ സിംഗ് നേതൃത്വമുള്ള ഗവൺമെന്റ്, കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ്. 2ാം ഘട്ടം നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന BJP നേതൃത്വമുള്ള ഗവൺമെന്റ്. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും ആ 5 വർഷക്കാലം ഇവിടെ UDFന്റെ ഗവൺമെന്റ്. ഈ 3 ഗവൺമെന്റുകളും ഒരേ നയമാണ് നടപ്പാക്കിയത്, നവ ഉദാരവൽക്കരണ നയം. കേരളത്തിന്റെ അനുഭവം ഓർത്തു നോക്കി ആ കാലത്തൊന്നും എന്തൊരു കെടുതിയായിരുന്നു. നമ്മുടെ ദുരിതമയമായ ജീവിതം ആലോചിച്ചു നോക്കൂ. തകരാത്ത ഏതെങ്കിലും മേഖലയുണ്ടായിരുന്നോ? മാത്രമല്ല, ഇനി കേരളം രക്ഷപ്പെടില്ല എന്നായിരുന്നല്ലോ പലരും ചിന്തിച്ചിരുന്നത്. അത്രമാത്രം കടുത്ത നിരാശയിലായിരുന്നില്ല. ഇത് ഈ നയത്തിന്റെ ഭാഗമാണ്. ആ നയം മാറി 2016 LDF ഗവൺമെന്റ് വന്നപ്പോ ആ നയമല്ല അംഗീകരിക്കുന്നത്, ബദൽ നയമാണെന്ന് പറഞ്ഞു. എന്താ ബദൽ നയത്തിന്റെ പ്രത്യേകത? ഒരു കാര്യം മാത്രം പറയാം. നമ്മുടെ രാജ്യത്ത് പരമദരിദ്രർ നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും കുറഞ്ഞ നിലയുന്നത്. അന്ന് കണക്കെടുക്കുമ്പോൾ 2 വർഷം മുൻപ് കണക്കെടുക്കുമ്പോൾ 0.7%. അതിലിപ്പോ കുറഞ്ഞു കേട്ടോ. ആ 0.7% എന്ന് പറയുമ്പോൾ
ആളുകളെ എണ്ണിയാൽ, കുടുംബത്തെ എണ്ണിയാൽ 64,006 കുടുംബം. നമ്മളത് അവഗണിച്ചില്ല. LDF പാവപ്പെട്ടവർക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു മുന്നണിയാണ്. അതുകൊണ്ട് തന്നെ LDFും ഗവൺമെന്റും ഒരു നിലപാടെടുത്തു. ഈ പറഞ്ഞ 64,006 കുടുംബങ്ങൾ, ആ കുടുംബങ്ങളെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. 3 വർഷം കൊണ്ടത് പൂർത്തിയാക്കണമെന്നുണ്ട്. 2 വർഷം പിന്നിട്ടു. ഇനി അടുത്ത വർഷം, അതായത് 2025 നവംബർ 1, ആ നവംബർ 1 എന്ന് പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് പരമദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുന്നു. ഏതെങ്കിലും സംസ്ഥാനത്തിന് ഇത് കഴിയോ? ഏതെങ്കിലും സംസ്ഥാനം ഇത് ഏറ്റെടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും സംസ്ഥാനത്ത് ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതാണ് നവോദാരവൽക്കരണ നയവും ബദൽ നയവും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ കണ്ടുകൊണ്ടുള്ള നിലപാടാണ്. ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന സാമൂഹ്യക്ഷേമ പെൻഷൻ 1,600 രൂപ കൊടുക്കുന്നത്. അത് തടസ്സമില്ലാതെ കൊടുക്കണമെന്നാണ് LDF ഗവൺമെന്റ് ആഗ്രഹിച്ചത്. അതിനുവേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി പെൻഷൻ കൊടുക്കുക, കമ്പനിക്ക് സർക്കാർ പണം കൊടുക്കുക. പറ്റില്ല, അത് തുടരാൻ പറ്റില്ല. അത് തടയിട്ടു. ആര്? കേന്ദ്ര ഗവൺമെന്റ്. എന്ത് ചെയ്തു? ഈ കമ്പനി എടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും. അതോടെ പിന്നെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റാതെ. മാത്രമല്ല, കണ്ടതല്ലേ എന്തെല്ലാം തരത്തിലുള്ള പ്രതിബന്ധങ്ങളാണ് തീർക്കാൻ നോക്കിയത്. ഏതെല്ലാം തരത്തിൽ ശ്വാസം മുട്ടിക്കയറ്റില്ലേ സംസ്ഥാനത്തെ. ഒരു ഫെഡറൽ സംവിധാനമുള്ള രാജ്യത്ത് ചിന്തിക്കാൻ കഴിയാത്ത സാഹചര്യമല്ലേ ഉണ്ടായിട്ടുള്ളത്. ഒരു സംസ്ഥാനത്തോട് വിരോധപരമായ സമീപനം സ്വീകരിക്കാൻ പാടുണ്ടോ? പക്ഷെ അതാണല്ലോ ഇവിടെ ഉണ്ടായത്. ഇപ്പോ ഗവൺമെന്റ് കൃത്യമായ നിലപാടെടുത്തു. ഇവിടെ സാമൂഹ്യക്ഷേമ പെൻഷൻ ഈ നിലപാടുകളുടെ ഭാഗമായി ഒരു ഘട്ടത്തിൽ മുടങ്ങിപ്പോയി. സർക്കാർ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള മുടക്കം വന്നു. പിന്നീട് സർക്കാർ പരസ്യമായി പ്രഖ്യാപിച്ചു ഇനി മാസം തോറും പെൻഷൻ ഉണ്ടാവും. മാത്രമല്ല, വന്ന കുടിശ്ശിക മുഴുവൻ തീർക്കും. ഇപ്പോ ഒരു ഗഡു നേരത്തെ കൊടുത്തു, രണ്ടാമത്തെ ഗഡു ഈ വർഷം കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ വർഷം എന്ന് പറയുന്നത് സാമ്പത്തിക വർഷമാണ്. മാർച്ചിനുള്ളിൽ ആ ഗഡു കൊടുക്കും. പിന്നെയുള്ളത് അതിന് തുടർച്ചയായി കൊടുക്കും. അപ്പോഴേക്ക് കുടിശ്ശിക മുഴുവൻ തീരും. മാസാമാസം കൃത്യമായി 1,600 രൂപ വീതം കൊടുക്കുകയും ചെയ്യും. LDF കാണുന്നത് അത് 1,600-ൽ തന്നെ നിൽക്കണമെന്നല്ല, 600-ൽ നിന്നാണ് 1,600-ലേക്ക് എത്തിയത്. ഇനിയും അവിടുന്ന് ഉയരണം എന്ന് തന്നെയാണ് LDF ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മളോട് കാണിക്കുന്ന വിരോധം എത്ര വലുതാണെന്ന് നോക്കണം. ഈ കേരളത്തിലെ എല്ലാ ഭാഗത്തും കാണുന്ന വികസന പദ്ധതികൾ, അത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത് കിഫ്ബിയാണ്. കിഫ്ബി 2016 LDF സർക്കാർ വന്നപ്പോ നമ്മുടെ സംസ്ഥാന ബജറ്റിലൂടെ മാത്രം എല്ലാ വികസന കാര്യങ്ങളും നിർവഹിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് ആവശ്യമാണ്, നിരവധി ആവശ്യങ്ങൾ. പണമില്ല.
പണം കണ്ടെത്തണം. അതിനാണ് കിഫ്ബിയെ പുനരുദ്ധരിപ്പിച്ചത്. 50,000 കോടി രൂപയുടെ പശ്ചാത്തല വികസന പദ്ധതികൾ ഏറ്റെടുക്കുമെന്നാണ് പറഞ്ഞത്. ആ 5 വർഷം പൂർത്തിയാകുമ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് ഏറ്റെടുത്തത്. ഇപ്പൊ എത്രയാണെന്നറിയോ? 90,000 കോടി ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികൾ. സഹിക്കുന്നില്ല ആർക്ക്? കേരളം മുന്നോട്ട് പോകാൻ പാടില്ല എന്നാഗ്രഹിക്കുന്നവർക്ക്. ആ കൂട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വരികയാണ്. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു, നിങ്ങളെടുക്കുന്ന കടം, കിഫ്ബി എടുക്കുന്ന കടം, അത് സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും. അപ്പൊ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ചില ഏജൻസികളുണ്ടല്ലോ, നാഷണൽ ഹൈവേ അതോറിറ്റി, അവരെടുക്കുന്ന കടം ഇന്ത്യ ഗവൺമെന്റ് കടത്തിന്റെ പരിധിയിൽ പെടുന്നില്ലല്ലോ. അപ്പൊ അവർ പറഞ്ഞ മറുപടി, അതിന് വരുമാനമുണ്ട്, നിങ്ങൾക്ക് വരുമാനമില്ല എന്നാണ്. അപ്പൊ കിഫ്ബിക്ക് വരുമാനം കണ്ടെത്തണം എന്ന അവസ്ഥ ഇവർ സൃഷ്ടിച്ചിരിക്കുന്നു. കിഫ്ബി നല്ല രീതിയിലുള്ള ധനകാര്യ സ്ഥാപനമാണ്, ഒരു പ്രയാസവുമില്ലാതെ പോവുകയാണ്. നമ്മുടെ നാടിന്റെ വികസനം തടയലാണ് ഉദ്ദേശം. ആ ഉദ്ദേശം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ കിഫ്ബിയെ നിലനിർത്താനുള്ള നടപടികളിലേക്ക് സ്വാഭാവികമായും സർക്കാർ കടക്കുക തന്നെ ചെയ്യും. കാരണം നമുക്കത് ഉപേക്ഷിക്കാൻ പറ്റില്ല. അതിലൂടെയാണ് ഇത്രയും വിഭവം നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞത്. നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ ആശുപത്രികൾ, നമ്മുടെ റോഡുകൾ, പാലങ്ങൾ, വിവിധ പദ്ധതികൾ, വിവിധ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതികൾ. എന്തിനധികം പറയുന്നു, നാഷണൽ ഹൈവേക്ക് വേണ്ടി നാം കൊടുത്ത 5,600 കോടിയോളം രൂപ, അതെല്ലാം കണ്ടെത്തിയത് കിഫ്ബിയിലൂടെയാണ്. ഒരു സംസ്ഥാനത്തോട് ഹീനമായ മനോഭാവം വെച്ച് പുലർത്താൻ പാടുണ്ടോ? അതും എത്രമാത്രം മനുഷ്യത്വരഹിതമായി ആലോചിച്ചു നോക്കൂ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തങ്ങൾ നമുക്ക് പല ഘട്ടങ്ങളിലായി ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. ആ ദുരന്തം 2018 മഹാപ്രളയം എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമല്ലോ. നമ്മുടെ നാടിനെ തകർത്തെറിഞ്ഞ ദുരന്തമായിരുന്നില്ലേ അത്? കേരളത്തെ സ്നേഹിക്കുന്നവരെല്ലാം വേദനിച്ചില്ലേ? എങ്ങനെ ഈ നാടിന് രക്ഷപ്പെടും എന്നല്ലേ ചിന്തിച്ചത്? നമുക്ക് സഹായം വേണമായിരുന്നു. ആ സഹായം തരാൻ ബാധ്യപ്പെട്ടവരാണ് കേന്ദ്ര ഗവൺമെന്റ്. ചില്ലിക്കാശ് തന്നില്ല. നമ്മളോട് വലിയ തോതിൽ മമതയുണ്ടാവാതെ അനേകം രാജ്യങ്ങൾ ഓഫറുകൾ നൽകി, ഞങ്ങൾ സഹായിക്കാം, വേണ്ട, ഞങ്ങൾ സ്വീകരിക്കില്ല. ആരുടെ നിലപാട്? കേന്ദ്ര ഗവൺമെന്റ് നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ചു വർഷം പുറകിലേക്ക് പോകൂ. ഗുജറാത്തിൽ മുഖ്യമന്ത്രി നരേന്ദ്രമോദി. ആ കാലത്ത് അവിടെ ഒരു ദുരന്തമുണ്ടാകുന്നു, സഹായങ്ങൾ പല വഴിക്ക് വരുന്നു, എല്ലാം സ്വീകരിക്കുന്നു. ആരെ? ഇതേ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗുജറാത്ത് ഗവൺമെന്റ്. അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തെത്തിയപ്പോ, കേരളത്തിന്റെ പ്രശ്നം വന്നപ്പോ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന നിഷേധാത്മക നിലപാട് സ്വീകരിക്കുന്നു. പഴയ അനുഭവം, പഴയതിന്റെ മറ്റു കഥകളിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല. ഒരുപാട് അനുഭവം നമുക്ക്. ഇപ്പോ ചൂരൽമല മുണ്ടക്കൈ വലിയ ദുരന്തം. എല്ലാവരും നമ്മളോട് സഹതപിച്ചു. ഒരുപാട് പേർ അവിടെ എത്തി സഹതപിച്ചു. പ്രധാനമന്ത്രി തന്നെ അവിടെ വരികയുണ്ടായി. നല്ല ഇടപെടലായിരുന്നു. ആളുകളെല്ലാം കണ്ടു. ദുരന്തത്തിന്റെ ശരിയായ മുഖം അദ്ദേഹത്തിന് മനസ്സിലായി. പഴയ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പൊതുവെ പ്രതീക്ഷിച്ചു ഇക്കാര്യത്തിൽ സഹായമുണ്ടാകുമെന്ന്. അദ്ദേഹത്തിന്
വയനാട് വെച്ച് തന്നെ വയനാട് കളക്ടറേറ്റിൽ ഞങ്ങൾ യോഗം ചേർന്നപ്പോ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ആദ്യത്തെ നിവേദനം കൊടുത്തു. അന്ന് അദ്ദേഹം പറഞ്ഞ മറുപടി ഉചിതമായ മറുപടിയാണ്. സഹായിക്കും, എല്ലാ കാര്യങ്ങളും പരിശോധിക്കട്ടെ, വിലയിരുത്തട്ടെ, കേന്ദ്ര സംഘം വരും, അതിനുശേഷം ആവശ്യമായ സഹായം ചെയ്യും. നല്ലത്, നല്ല പ്രതീക്ഷ കേരളത്തിനുണ്ടായി. മാസങ്ങൾ പിന്നിട്ടു, നമുക്ക് സഹായമില്ല. നമുക്ക് സഹായമില്ല എന്നത് അവിടെ ഇരിക്കട്ടെ. ഈ ദുരന്തം കേരളത്തിൽ മാത്രമല്ലല്ലോ, പ്രകൃതിയുടെ ദുരന്തം പല സംസ്ഥാനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടല്ലോ. ഹിമാചൽ പ്രദേശ്, സിക്കിം, ആസാം, മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്ര, ഒരുപാട് സംസ്ഥാനങ്ങൾ. ഈ പട്ടികയിൽ കേരളത്തെ മാറ്റി നിർത്ത്, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെയും എടുക്ക്. എല്ലാവർക്കും കേന്ദ്രത്തിന് സഹായമുണ്ട്. ആ സഹായം അത് സംസ്ഥാനങ്ങൾ കണക്ക് കൊടുത്തിട്ടല്ല കേട്ടോ. ദുരന്തമുണ്ടായതിന്റെ അടുത്ത ദിവസങ്ങളിൽ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തേ കേരളത്തിനുള്ള കുറവ്? എന്തിനാണ് കേരളത്തോട് ഇത്ര വലിയ പക? നാം ഇന്ത്യക്ക് പുറത്താണോ? കേരളം ഇന്ത്യക്ക് അപമാനം വരുത്തി വെക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? ഈ രാജ്യത്തിന് അഭിമാനം പകരുന്ന ഒരുപാട് നേട്ടങ്ങളുടെ ഉടമയല്ലേ ഈ സംസ്ഥാനം? എന്നിട്ടും എന്തേ ഈ തരത്തിലൊരു മനോഭാവം? അതാണ് പ്രശ്നം. അവിടെയാണ് നാം കാണേണ്ടത്. നമ്മുടെ ഇത്തവണ ഒരു വ്യത്യാസം ഉണ്ടായി കേട്ടോ. കഴിഞ്ഞ തവണത്തെ പോലെയല്ല. കഴിഞ്ഞ കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് സമീപനത്തോടൊപ്പമായിരുന്നു ഫലത്തിൽ UDF നിന്നിരുന്നത്. ഇത് 2018 പ്രളയകാലം, അതിനുശേഷമുള്ള അവസ്ഥ എല്ലാം കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ ഒരു ഘട്ടത്തിലും UDF തയ്യാറായിരുന്നില്ല. ഇത്തവണ വേറൊരു സ്ഥിതിയുണ്ടായി. കേരളത്തിൽ നിന്നുള്ള എല്ലാ എംപിമാരും ഒന്നിച്ച് കേരളത്തിന്റെ ആവശ്യങ്ങൾ ഉയർത്തി. പച്ച നുണ ആ എംപിമാരോട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, PDNA, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ്, അത് കൃത്യമായി നടത്തിയില്ല കേരളം. ശുദ്ധ നുണ. മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കത്തക്ക രീതിയിൽ ആ പരിപാടി നടത്തിയവരാണ് നമ്മൾ. അത് കൃത്യസമയത്ത് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തതുമാണ്. ഇതാണ് നമ്മളോടുള്ള മനോഭാവം. നമ്മൾ എന്ത് തെറ്റ് ചെയ്തു? കേരളത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കേരളത്തിലെ ജനങ്ങളോട് ശത്രുതാഭാവം. എന്തുകൊണ്ട്? നിങ്ങൾ ഞങ്ങളെ അംഗീകരിക്കുന്നില്ല. BJPയെ കേരളം അംഗീകരിക്കുന്നില്ല. അപ്പോ ഞങ്ങൾ ഇതൊക്കെ ചെയ്യും. ഇനി വേറൊരു ഭാഗം നോക്കൂ. ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ചിലത് BJP അധികാരത്തിലുള്ള സംസ്ഥാനമാണ്, ചിലയിടത്ത് BJP പ്രതിപക്ഷത്താണ്. പക്ഷെ ആ സംസ്ഥാനങ്ങളിലെല്ലാം എല്ലാവരും ഒന്നിച്ച് ഈ ആവശ്യം ഉയർത്തുകയാണ്. അവിടെ മറ്റു വ്യത്യാസങ്ങളില്ല. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുകയാണ്. നമ്മുടെ കേരളത്തിലോ BJPയിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം ആരെങ്കിലും കേട്ടോ? കേരളത്തിന്റെ ആവശ്യങ്ങൾ അനുവദിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടോ? എന്തേ ഇവിടെ നിൽക്കുന്ന ഒരു പാർട്ടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെന്ന് പറയുമ്പോൾ ജനവിരുദ്ധമായ, നാടിന് വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്നത്? ഒരു കാര്യമേ പറയാനുള്ളൂ. ചിലർ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇനിയും കേന്ദ്ര ഗവൺമെന്റിനോട് പറയൂ. പറയാൻ എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാരല്ലേ, നമ്മളൊരു രാജ്യത്തിന്റെ ഭാഗമായ സംസ്ഥാനല്ലേ. നമ്മൾ ആരോട് യാചിക്കില്ലല്ലോ, നമുക്ക് അർഹതപ്പെട്ടത് ചോദിക്കല്ലേ. നിങ്ങളത് തന്നില്ല എന്ന് വെച്ച് ഇനി മിണ്ടില്ല എന്ന എടുക്കലാണോ? വീണ്ടും നമ്മൾ ചോദിക്കും, ഒരു സംശയമില്ല. പക്ഷേ അതോടൊപ്പം മറ്റൊരു കാര്യവും പറയുകയാണ്. 2018 തകർത്തടിഞ്ഞ കേരളം ഒരു ചില്ലിക്കാശ് കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല. ഞങ്ങളന്ന് പറഞ്ഞു, തലയിൽ കൈവച്ച് നിലവിളിച്ചിരിക്കേണ്ട സമയമല്ല ഇത്.
കാരണം ഈ നാടിൽ അതിജീവിച്ചേ പറ്റൂ. ആ അതിജീവനത്തിന് നാം ഒന്നിച്ചിറങ്ങണം. പിന്നെ എന്താ കണ്ടത്? രാജ്യവും ലോകവും അത്ഭുതാതരങ്ങളോടെ നമ്മളെ നോക്കിക്കണ്ടു. എങ്ങനെയാണ് ഈ രീതിയിൽ പുനരുദ്ധരിക്കാൻ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞത് എന്നതാണ് ആശ്ചര്യത്തോടെ പലരും ചോദിച്ചത്. അത് നമുക്ക് മാത്രം കഴിയുന്ന കാര്യമാണ്. നമ്മുടെ നാടിനും നമ്മുടെ ജനങ്ങൾക്കും, ആ നാടും ജനങ്ങളും കാണിക്കുന്ന ഒരുമയും ഐക്യവും അതിന്റെ മുന്നിൽ ഒന്നും അസാധ്യമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈ ചുവരുമല ദുരന്ത ബാധിതരെ അന്തസ്സോടെ പുനരധിവസിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ടൗൺഷിപ്പ് അവിടെ നിർമ്മിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് സഹായം വേണമെന്ന് ഞങ്ങൾ പറയും. സഹായം തരാത്ത സമീപനമാണ് സ്വീകരിക്കുന്നെങ്കിലും ഈ പറഞ്ഞ ടൗൺഷിപ്പും മറ്റ് പുനരധിവാസവും മറ്റെല്ലാ കാര്യങ്ങളും അതേപോലെ നടത്തിയിരിക്കും. കാരണം അത് ഞങ്ങൾ പറഞ്ഞതാണ്, പറയുന്നത് നടപ്പാക്കാനാണ് LDF സർക്കാർ നിലകൊള്ളുന്നത്. ഞാൻ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇതുപോലുള്ള അനേകം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണിത്. ആ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ചു പോകാൻ കഴിയുന്ന പാർട്ടിയാണ് CPIM. ജില്ലാ സമ്മേളനത്തോടുകൂടി കൂടുതൽ കരുത്തോടെ ജനകീയ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ച് പ്രവർത്തിക്കാനും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഇവിടുത്തെ പാർട്ടിക്ക് കഴിയും. ആ ഉറപ്പ് നൽകിക്കൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം.